ഹായ് ഡീസ്, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഉടനീളം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഞാൻ ചെയ്തിട്ടുള്ളതും വർഷങ്ങളായിട്ട് എനിക്ക് പ്രയോജനപ്രദവുമായിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ഏവർക്കും എല്ലാവർക്കും ഗുണപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. അതായത് വർഷങ്ങളായിട്ട് ഞാൻ പരീക്ഷിച്ച് രുചിച്ച് അറിഞ്ഞ് അനുഭവിച്ച ഫീൽ ചെയ്ത ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എനിക്ക് സാധിച്ചുവെങ്കിൽ നിങ്ങൾക്കത് സാധിക്കും അല്ലെ. ഞാനും നിങ്ങളും തമ്മിൽ വ്യത്യാസമില്ല. അതായത് നിങ്ങൾക്കൊരു തുക അത്യാവശ്യമാണ് പെട്ടെന്ന് തന്നെ. ആ തുക ഒരു 3 ദിവസം കൊണ്ട് എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാം എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഞാൻ ആദ്യം 10,000 ആണ് മാനിഫെസ്റ്റ് ചെയ്തത്. പിന്നീട് ഞാൻ 25,000 മാനിഫെസ്റ്റ് ചെയ്തു. പിന്നെ 1 lakh, പിന്നെ ഞാൻ 4,99,995 അത് ആ തുകയാണ്. അതായത് 4,99,995 രൂപ മാനിഫെസ്റ്റ് ചെയ്തു. അപ്പോൾ ഇത് എങ്ങനെയാണ് എന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തതാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. വളരെ ശ്രദ്ധാപൂർവം ക്ലാസ് കേൾക്കുക, സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊരു തുക വേണ്ടി വന്നു. അത് മാനിഫെസ്റ്റ് ചെയ്ത് 3 ദിവസം കൂടി കയ്യിലെത്തുന്നതിനുള്ള ഒരു മാർഗമാണ് പറഞ്ഞു തരുന്നത്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ക്ലിയർ കട്ട് വിഷനാണ്. അതായത് നിങ്ങൾക്ക് എത്ര രൂപയാണ് വേണ്ടതെന്ന് ആദ്യം ക്ലിയർ ആയിട്ട് ചിന്തിച്ചെടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നോ ഡൗട്ട് ആൻഡ് ഫിയർ എന്നുള്ളതാണ്. അതായത് ഈ പൈസ നമ്മൾക്ക് കിട്ടുമോ എന്നുള്ള ഡൗട്ടേ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ ഭയം പാടില്ല. ഒരു ഭയമോ, ആരെങ്കിലും ഈ പൈസ കയ്യിലൊന്നിൽ എന്തെങ്കിലും പറയുമോ, വഴക്ക് പറയുമോ, ഫാമിലിയിൽ ചീത്ത പറയുമോ, ഫ്രണ്ട്സ് കളിയാക്കുമോ, ഈ ഭയം ഒന്നും പാടില്ല. അതുപോലെ ഈ പൈസ കിട്ടുമോ മാനിഫെസ്റ്റേഷനിലൂടെ എന്നുള്ള ഭയവും പാടില്ല. അപ്പോൾ നോ ഡൗട്ട് ആൻഡ് ഫിയർ എന്നുള്ളതാണ് സെക്കൻഡ് പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബിഹേവിയർ ആണ്. അതായത് നിങ്ങൾക്ക് ഈ പൈസ ലഭിച്ച് കഴിയുമ്പോഴുള്ള ഒരു സന്തോഷം, ഒരു ഫീലിങ്സ് എല്ലാം ഉണ്ടാവുമല്ലോ, ഒരു അനുഭൂതി, അത് നിങ്ങൾ ഇപ്പോഴേ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഫീൽ ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്തു, അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം, അനുഭൂതി, ആനന്ദം, ഇതെല്ലാം നിങ്ങൾ ഫീൽ ചെയ്ത് ആ പൈസ കിട്ടിയതായിട്ടും കൂടെ ആക്ട് ചെയ്ത് ജീവിച്ചോളുക എന്നുള്ളതാണ്. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ചലഞ്ചസ് ആണ്, വെല്ലുവിളികളാണ്. നമുക്ക് ഈ പൈസ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കിട്ടിക്കഴിയുമ്പോൾ ഫ്രണ്ട്സൊക്കെ ചിലപ്പോൾ കളിയാക്കി ഏത് വഴിക്ക് കിട്ടിയെന്ന്, ഫാമിലി വഴക്ക് പറയും, അവരും പരിഹസിക്കും, കൂട്ടുകാർ പരിഹസിച്ചേക്കാം. അപ്പോൾ ആ വെല്ലുവിളികളെ എല്ലാം നമ്മൾ, ചലഞ്ചസിനെ എല്ലാം തന്നെ നേരിടാനായിട്ട് നമ്മൾ നമ്മളുടെ മനസ്സിനെ പാകപ്പെടുത്തുന്നതായിട്ടും ഇമാജിൻ ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത്. അതായത് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളൊരു മനോഭാവം ഇന്നത്തെ സൊസൈറ്റിയിൽ ആർക്കും തന്നെ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മളൊരു സാധനത്തിൽ ടച്ച് ചെയ്താൽ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ലഭിച്ചാൽ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. ഞാനിപ്പോൾ ഇന്ന് വളരെയധികം സങ്കടങ്ങളിലൂടെയും നിരാശയിലൂടെയും കടന്നുപോയൊരു വ്യക്തിയാണ്. ഇന്ന് ഈ നിങ്ങളുടെ മുമ്പിൽ ഇരുന്നൊരു വീഡിയോ തരാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് വളരെയധികം ഈ സർവേശ്വരനോട്, യൂണിവേഴ്സിനോട്, ഞാൻ വിശ്വസിക്കുന്ന ഗോഡിനോട് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും ചലഞ്ചിങ് സ്റ്റേജിലൂടെയാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് സദാസമയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഇത്ര തുക ലഭിച്ചതിന് നന്ദി, ഒരുപാട് ധനം എന്നിലേക്ക് ആകർഷകമായി വന്നുകൊണ്ടിരിക്കുന്നു, നന്ദി ദൈവമേ. അതായത് 10,000 രൂപയാണെങ്കിൽ ആ 10,000ന്റെ എമൗണ്ട് പ്രത്യേകം എടുത്ത് പറയാം. അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് 10,000 രൂപ ലഭിക്കാൻ പോകുന്നതിന് നന്ദി യൂണിവേഴ്സ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ് ഇനി ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഒരു സെക്കൻഡ് തോട്ട് വരാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. സെക്കൻഡ് തോട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ചിന്തിക്കും, ഷോ ഇത് നടക്കുമോ എന്നുള്ളത്. അതായത് പലർക്കും പ്രാർത്ഥിക്കുന്നുണ്ട്, മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, പ്രെയർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്, അത് കിട്ടുന്നത് പോലെ സംഭവം അടുത്ത് എത്തിക്കഴിഞ്ഞു. എന്നാലും അവിടെ ഒരു സെക്കൻഡ് തോട്ട് വരും ഉള്ളിൻ്റെ ഉള്ളിൽ. അതായത് ഇത് നടക്കുമോ എന്നുള്ളത്. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? നിങ്ങളുടെ ചിന്തകളെ, തോട്ട്സ് അല്ലേ, ആ ചിന്തകളെ നിങ്ങൾ ക്രമീകരിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. ഇനി ലാസ്റ്റ് പോയിന്റാണ്, 7ാമത്തെ പോയിന്റാണ് ഞാൻ പറഞ്ഞു തരുന്നത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളത്, വിശ്വസിക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു വീഡിയോ കണ്ടു, ആ വീഡിയോയിൽ നിങ്ങൾ കാര്യങ്ങൾ കേട്ടു, നിങ്ങളുടെ ജീവിതത്തിൽ
ചെയ്തു നോക്കാൻ കുറച്ച് സമയം മതി, നിങ്ങളത് ചെയ്തു നോക്കുക എന്നുള്ളതാണ്. എന്നും രാവിലെ നിങ്ങളത് വിഷ്വലൈസ് ചെയ്യുക. 10,000 രൂപ കിട്ടിയതായിട്ട് 10,000 രൂപ തന്നെ അതിന് ക്ലാരിറ്റി കൊണ്ടുവരിക. രണ്ടാമത് നോ ഡൗട്ട് ആൻഡ് ഫിയർ, ഭയമോ പേടിയോ ഉണ്ടാകരുത്. മൂന്നാമത്തേതാണ് ബിഹേവിയർ ചെയ്യുക, ആക്ട് ചെയ്യുക. നാലാമത്തേതാണ് ചലഞ്ചസ്, വെല്ലുവിളികളെ നേരിടുക എന്നുള്ളതാണ്. അഞ്ചാമത്തേതാണ് നിങ്ങൾക്ക് ഒരിക്കലും അഞ്ചാമത്തെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത്. ആറാമത്തേതാണ് നിങ്ങൾക്ക് സെക്കൻഡ് തോട്ട് വരരുത് എന്നുള്ളത്. ഏഴാമത്തേതാണ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടെക്നിക്കാണത്. ഞാൻ നിങ്ങൾക്കത് ഷെയർ ചെയ്യാണ്. നിങ്ങൾ ഇന്ന് തന്നെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് വർക്കൗട്ട് ആകും. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയിരിക്കുക.